ഒരു ദിവസം നാരദ മഹർഷിക്ക് ഒരു സംശയം തോന്നി. ഈ ലോകത്ത് ഏറ്റവും വലിയ വിഷ്ണുഭക്തൻ ഞാനല്ലേ? എന്നാൽ മഹാവിഷ്ണു പറഞ്ഞ മറുപടി നാരദ മഹർഷിയെ തന്നെ അത്ഭുതപ്പെടുത്തി. എന്താണ് ആ സംഭവം? നമുക്ക് കേട്ടാലോ. നാരദ മഹർഷി എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണുഭക്തൻ താനാണെന്ന് അദ്ദേഹം കരുതി. ഒരു ദിവസം അദ്ദേഹം വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, പ്രഭോ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭക്തൻ ആരാണ്? വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് കാണുന്ന ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷകനാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു എണ്ണ നിറച്ച പാത്രം നാരദന് നൽകി. ഈ പാത്രം ഒരു തുള്ളി പോലും വീഴാതെ ലോകം ചുറ്റി വരൂ. നാരദ മഹർഷി അതീവ ശ്രദ്ധയോടെ നടന്നു. തിരിച്ചെത്തിയപ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു, യാത്രക്കിടെ എത്ര പ്രാവശ്യം എൻ്റെ പേര് ജപിച്ചു? നാരദ മഹർഷി തല കുനിച്ചു പറഞ്ഞു, ഒരിക്കൽ പോലും ഇല്ല പ്രഭു. എൻ്റെ ശ്രദ്ധ മുഴുവൻ എണ്ണ വീഴാതിരിക്കാനായിരുന്നു. അപ്പോൾ വിഷ്ണു ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ചെറിയ പാത്രം ശ്രദ്ധിക്കാൻ നിനക്ക് എൻ്റെ പേര് ഓർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കുടുംബഭാരവും കൃഷിയും ജീവിത പ്രശ്നങ്ങളും എല്ലാം ഏറ്റെടുത്ത് ജീവിക്കുന്ന ആ കർഷകൻ ദിവസവും എന്നെ ഓർക്കുന്നു. അതുകൊണ്ടാണ് അവൻ എനിക്ക് പ്രിയപ്പെട്ട ഭക്തൻ. ഈ കഥ നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഭക്തി എന്നത് എത്ര പ്രാവശ്യം നാമജപം ചെയ്യുന്നു എന്നതല്ല, ആത്മാർത്ഥമായ സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ദൈവത്തെ സ്മരിക്കുന്നതാണ് യഥാർത്ഥ ഭക്തി. ഹരി ഓം.